ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡോഗ് ഫിറ്റ് ലൈഫ്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ഞങ്ങൾ ഇത്രയും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടും ഞങ്ങളുടെ വെയിങ് സ്കെയിൽ ഒട്ടും താഴോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ 2 കിലോ കുറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ വെയിങ് സ്കെയിൽ സത്യം പറയാം അധികം ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ വൺസ് ഇൻ 2 വീക്സ് അങ്ങനെ ഞാൻ നോക്കിയിട്ടുള്ളൂ. ആ വെയിങ് സ്കെയിൽ ഒന്ന് അനങ്ങണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മുടെ വെയിറ്റ് ലോസ് നമുക്കൊരു സബ്ജക്റ്റീവായിട്ട് മെഷർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ എൻ്റെ ഒരു പഴയ ഷർട്ട്, അതായത് നേരത്തെ എൻ്റെ ഷർട്ട് സൈസ് 40 ആയിരുന്നു, ഇപ്പോൾ തടി കൂടിയപ്പോൾ 44-46 വരെയായി. അപ്പം ഞാൻ എൻ്റെ ഒരു പഴയ ഷർട്ട് സൈസ് എടുത്തു, ആദ്യം ഒരു 42 ഉള്ളൊരു ഷർട്ട് സൈസ് എടുത്തു. അപ്പം ഫസ്റ്റ് ഗോള് ആ ഷർട്ട് സൈസിനകത്ത് എൻ്റെ ബോഡി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഗോൾ. നിങ്ങൾ ഇതേപോലെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജേർണി നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പണ്ട് നിങ്ങൾ വളരെ ആഗ്രഹിച്ച് മേടിച്ചൊരു ഷർട്ട്, ആ ഷർട്ട് നിങ്ങൾക്ക് തടി കൂടിയപ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ല. തിരിച്ച് നിങ്ങൾ ആ ഷർട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി പ്രോഗ്രസ് ചെയ്യാൻ. അല്ലാതെ വെയിങ് സ്കെയിൽ നോക്കി 2.5 കിലോ, 1/4 കിലോ, 3/4 കിലോ ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ യു ലൂസ് യുവർ ഹോപ്പ്.